ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച്, അതായത് ഹെയർ കെയർ സീരീസ് ഡേ 10 ആണ്. ഓക്കെ, നമ്മൾ 21 ഡേയ്സിൻ്റെ ഒരു ഹെയർ കെയർ സീരീസാണ് നടത്തുന്നത്. എനിക്ക് ഒരു 4-5 ദിവസമായിട്ടാണ് കോൾഡ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇന്ന് ഉപയോഗിക്കേണ്ടിരുന്നത് കറ്റാർ വാഴയാണ്. അപ്പോൾ കറ്റാർ വാഴ എനിക്ക് സെറ്റാവാത്തതുകൊണ്ട് ഞാൻ ഇത് പനിക്കൂർക്കട ഇലയുടെ ഒരു ഹെയർ ടോണിക്കാണ് എൻ്റെ മുടിയിലൊക്കെ സ്പ്രേ ചെയ്ത് ഒരു 20 മിനിറ്റോളം വിട്ടിട്ട് ഞാൻ ഷാംപൂ ചെയ്ത് കളഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ ബെനിഫിറ്റ്സും ഇതിൻ്റെ ഒരു ഉപയോഗത്തിനെ കുറിച്ച് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാനത് ടാഗ് ചെയ്ത് വിടുന്നതാണ്. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ഇത് നിങ്ങൾക്കും സൈനസ് പ്രോബ്ലം ഇല്ലെങ്കിൽ ഹെഡേക്കിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന ഇല്ല നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നീമിൻ്റെ ഒരു ഹെയർ ടോണിക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പനിക്കൂർക്കയുടെ ഇല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ കറിവേപ്പിലയുടെ ഇല കൊണ്ട് സ്പ്രേ ചെയ്ത് വിടാവുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് രാത്രി നേരത്ത് ചെറു ചൂടോടെ തലയോട്ടിയിൽ നന്നായി എണ്ണ തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, പിന്നെ പിന്നലിട്ട് കിടക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു ഡേ ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഈ കുറച്ച് ദിവസം വരെ ഈ ഒരു സ്പ്രേസ് ആയിരിക്കും ഞാൻ ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കോൾഡ് ഇല്ലാത്തവർ, സൈനസ് പ്രോബ്ലം ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. ഒരു ദിവസം കറ്റാർ വാഴ, ഇനി ഒരു ദിവസം കഞ്ഞിവെള്ളമായിട്ട് നിങ്ങൾക്ക് തല കഴുകി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ ഈ ചാലഞ്ച് എല്ലാവരും നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് കരുതുന്നു. പിന്നെ എനിക്ക് വീഡിയോസ് ചെയ്യാൻ കുറച്ച് ടൈം കിട്ടാറില്ല. ഓക്കെ, ആവുന്നതോടെ ഡേ ടു ഡേ ആയിട്ട് ആക്ടിവിറ്റീസായിട്ടൊക്കെ ബിസിയാണ്, ഫാമിലി ആയിട്ടും ഒക്കെ. അപ്പോൾ ക്ഷമിക്കുക. പിന്നെ അടുത്ത ഒരു വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ വോയിസൊക്കെ ശരിയാക്കി വരുന്നതാണ്. ഓക്കെ, അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ വ്യൂവറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.